മൾട്ടിമീഡിയ ആനിമേഷൻ ആൻഡ് VFX നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന, കാണുന്ന, കേൾക്കുന്ന, അറിഞ്ഞോ അറിയാതെയും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു പഠന തൊഴിൽ മേഖലയാണ്. എന്താണ് ഇതിൻ്റെ സാധ്യതകൾ? ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റാണ് യഥാർത്ഥത്തിൽ ഇത്. ഹ്യൂമാനിറ്റീസ് മേഖലയിൽ പഠിച്ച നല്ല ക്രിയേറ്റീവായിട്ടുള്ള സയൻസ് ഹ്യൂമാനിറ്റീസ് ഏത് മേഖലയിൽ പഠിച്ച ആർക്കു വേണമെങ്കിലും എത്തിച്ചേരാൻ കഴിയുന്ന വലിയ വിപുലമായ തൊഴിൽ സാധ്യതകളും വരുമാന സാധ്യതകളും നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന വളരെ ചുരുങ്ങിയ കാലം കൊണ്ടൊരു നല്ല കരിയറിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നൊരു മേഖലയാണ് ഈ അനിമേഷൻ എന്ന് പറയുന്നത്. അത് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ, ടെലിവിഷനുകൾ, അതുപോലെ തന്നെ ഗെയിമുകൾ എന്ന മേഖലകൾക്ക് അപ്പുറത്തേക്ക്, അഡ്വർടൈസ്മെൻറ്റ് എന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്കും അപ്പുറത്തേക്ക് മെഡിക്കൽ മേഖലയിലും അതുപോലെ തന്നെ ഗവേഷണ മേഖലകളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൃഹനിർമ്മാണ മേഖലകൾ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ നമ്മളിത് ഉപയോഗപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഇപ്പോൾ ISRO, നാസയും അടക്കമുള്ള DRDO ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവരൊക്കെ അവരുടെ പ്രോഡക്റ്റുകളെ, ഇപ്പോൾ ഒരു റോക്കറ്റിനെ ആദ്യം അതിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുന്നത് ആനിമേറ്റേഴ്സാണ്. അതിനുശേഷമാണ് അതിൻ്റെ പ്രോട്ടോടൈപ്പിലേക്ക് പോവുക. അവർ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതെങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആനിമേറ്റേഴ്സാണ്. അപ്പോൾ ഇത് 2D 3D ഏതാണ്ട് അമേരിക്കയാണ് ഈ അനിമേഷൻ എന്ന മേഖലയ്ക്ക് യഥാർത്ഥത്തിൽ തുടക്കം കുറിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ 2D 3D ആനിമേഷൻ എന്ന മേഖലകളിലൂടെ കടന്നു വന്ന് നമുക്ക് വാൾട്ട് ഡിസ്നി പോലെയുള്ള വലിയ അനിമേറ്റഡ് കമ്പനികൾ രൂപീകരിക്കപ്പെടുകയും കുട്ടികളുടെ മുമ്പിലേക്ക് അനിമേഷൻ കഥാപാത്രങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ അവർ വീക്ഷിച്ചിരിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്ന ഒരു കാലത്ത് നിന്ന് പതുക്കെ അത് അഡ്വർടൈസ്മെൻറ്റിലൂടെ, സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്കറിയാം സിനിമകളിൽ നമ്മൾ എന്താണോ കാണുന്നത് അതിൽ ഒരു നല്ല പങ്ക്, ഒരു 70% ശരിക്കും പറഞ്ഞാൽ വിഷ്വൽ എഫക്ട്സ് ആണ്, ആനിമേഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ പോലും അറിയാതെ ഒരു സിനിമാ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രൊഡക്ഷനിൽ അപ്ലൈ ചെയ്യപ്പെടുന്നത് അനിമേഷൻ്റെ വലിയ വിപുലമായ തൊഴിൽ സാധ്യതകളെയാണ് നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുക. എഡ്യൂടെക് കമ്പനികൾ ഇപ്പോൾ ധാരാളമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ട്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ടീച്ചർ എന്ന നിലയിലേക്ക് പല സോഫ്റ്റ്വെയറുകളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനകത്തൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അനിമേഷൻ്റെ സാധ്യതകളെയാണ്. അപ്പോൾ കുട്ടികൾ വളരെ വേഗത്തിൽ അനിമേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ മനസ്സിലാക്കുന്നു, ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ള ഒരു സൈക്കോളജിയെ ശരിക്കും അവർ അവിടെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ധാരാളം സാധ്യതകൾ. ഇനിയൊരു പത്രമാസികകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പരസ്യം ഡിസൈൻ ചെയ്യുന്നത് ഫോട്ടോഷോപ്പ് അറിയാവുന്ന, ഇല്ലസ്ട്രേറ്റർ അറിയാവുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരാണ്. ഇവരെ നമ്മൾ ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പോൾ ഗ്രാഫിക് ഡിസൈനർമാർ ചെറിയ തോതിലുള്ള ഡിസൈനിങ് മുതൽ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൂവി അഡ്വർടൈസ്മെൻറ്റുകൾ, മോഷൻ അഡ്വർടൈസ്മെൻറ്റുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ അനിമേഷൻ്റെയും വിഷ്വൽ എഫക്ട്സിൻ്റെയും വലിയ സാധ്യതകൾ, വലിയൊരു ഇൻഡസ്ട്രി തന്നെയാണ്. വളരെ അധികം കോടികൾ മറിയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണിത്. അത് കുറേ കൂടെ കുട്ടികൾക്ക് ഫെമിലിയർ ആകുന്നത് ഗെയിമിംഗ് കുറേ കൂടെ പ്രചാരത്തിലേക്ക് വന്നതോടുകൂടിയാണ്. ഓരോ ഗെയിമും സൃഷ്ടിക്കപ്പെടുമ്പോൾ അനിമേറ്റേഴ്സിൻ്റെ വളരെ വലിയ ഒരു ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അനിമേഷൻ എന്ന മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ ഫോട്ടോഷോപ്പ് മുതൽ 2D 3D ആനിമേഷൻ, അവിടെ ഓട്ടോഡെസ്ക്, മായ പോലുള്ള സോഫ്റ്റ്വെയർസ് പഠിക്കുന്നു. എഡിറ്റിംഗ് പോലുള്ള മേഖലകൾ, നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിന് വീഡിയോ എഡിറ്റേഴ്സ് ഇല്ല എന്നുള്ള ഒരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് പാർട്ട് ടൈമായിട്ട് പഠിക്കാൻ കഴിയുന്ന, വളരെ പഠനത്തിന് പാരലായിട്ട് പഠിക്കാൻ കഴിയുന്ന, അതോടൊപ്പം തന്നെ നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നൊരു മേഖല കൂടിയാണിതൊക്കെ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച ഒരു വരുമാനം, വലിയ അധ്വാനമില്ലാതെ അവൻ്റെ ക്രിയേറ്റിവിറ്റിയെ നല്ലതുപോലെ അപ്ലൈ ചെയ്തുകൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന, വളരെ വേഗത്തിൽ ഒരു ഏർണിംഗ് സ്റ്റാറ്റസിലേക്ക് കുട്ടികൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പഠന തൊഴിൽ മേഖലയാണ് യഥാർത്ഥത്തിൽ ആനിമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കുറേ കൂടെ അഡ്വാൻസ്ഡ് വേർഷനായിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ വിഷ്വൽ എഫക്ട്സിലേക്കൊക്കെ വരിക. വിഷ്വൽ എഫക്ട്സിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ഇപ്പോൾ ബാഹുബലി പോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും, വിഷ്വൽ എഫക്ട്സിൻ്റെയും ആനിമേഷൻ്റെയും ഒരു വിപുലമായ വർണ്ണപ്രപഞ്ചം തന്നെയാണ് അവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. അതിലൂടെ നമ്മൾ എത്രമാത്രം ആ ഒരു സിനിമയെ സ്വീകരിച്ചു എന്നുള്ളതൊക്കെ നമുക്കറിയാൻ കഴിയും. അപ്പോൾ സിനിമകൾ, അഡ്വർടൈസ്മെൻറ്റുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ മേഖലകളിൽ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും കാണുന്ന പരസ്യ ബോർഡുകളിൽ ഒക്കെ ധാരാളം
അനിമേഷൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ അനിമേഷൻ്റെ ആപ്ലിക്കേഷൻസിൽ കൂടുതൽ വിപുലവും കൂടുതൽ മനോഹരവുമായ അവതരണ ശൈലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള നിർമ്മാണ മേഖല, അതായത് ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ മേഖലകളിൽ വലിയ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, പണ്ടൊക്കെ നമുക്കറിയാം ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലാബിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഡിജിറ്റൽ മീഡിയകളുടെ ഒരു കാലം വന്നപ്പോഴത്തേക്കും ഇന്ന് ലാബിൽ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇൻസ്റ്റൻറ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് എഡിറ്റിംഗ് മാറ്റപ്പെട്ടിരിക്കുന്നു. എഡിറ്റിങ്ങിലാണ് ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെ പെർഫെക്ഷനിൻ്റെ നല്ലൊരു പങ്കും ഇരിക്കുന്നത് എന്നും നമുക്കറിയാം. അപ്പോൾ എഡിറ്റർ മോശമായി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ ഫ്ലുവൻസി അത് വല്ലാതെ ബാധിക്കും, അതിൻ്റെ ഒരു ക്വാളിറ്റിയെ വല്ലാതെ ബാധിക്കും. അപ്പോൾ പ്രൊഡക്ഷനിൽ വലിയൊരു ക്രൂഷ്യൽ റോള് തന്നെയാണ് അനിമേറ്റേഴ്സ്, എഡിറ്റേഴ്സ് ഒക്കെ നോക്കുക. എഡിറ്റിംഗ് തന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സൗണ്ട് എഡിറ്റിംഗ് ഉണ്ട്, ഇപ്പുറത്ത് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ സൗണ്ട് എഡിറ്റിങ്ങും മറ്റൊരു വേർഷൻ തന്നെയാണ്, അതും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റും കൂടിയാണത്. അപ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ പ്രധാനമായിട്ടും നമുക്ക് ചെറിയ ചെറിയ സോഫ്റ്റ്വെയർസിലൂടെ പഠിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോഷോപ്പ് പഠിക്കാം, പാരലായിട്ട് നമുക്ക് സൺഡേ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ പഠിക്കാം. ഈവനിങ് ബാച്ചുകളിൽ പോയി പഠിക്കാൻ കോഴ്സുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് ഈവനിങ് കോഴ്സുകൾ പഠിക്കാനായിട്ട് അവസരങ്ങളുണ്ട്. കെൽട്രോണും LBSും അതുപോലെ തന്നെ റൂട്രോണിക്സും അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ, LBSും അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ നിരവധി സാധ്യതകൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. ASAP ഒരുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് സർക്കാർ മേഖലയിൽ നമുക്ക് സൗജന്യമായിട്ട് പഠിക്കാൻ കഴിയുന്ന അവസരങ്ങൾ ഒരുക്കുന്ന ഒരു സാധ്യതയെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം നമുക്ക് പഠനത്തിന് പാരലായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് പാരലായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മേഖലകളാണ്. ഇപ്പോൾ ഫോട്ടോഷോപ്പ് പഠിക്കുന്ന ഒരാൾ കുറച്ച് ആർട്ടിസ്റ്റിക് സെൻസ് കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ട, അയാൾ നല്ല രീതിയിൽ ആ മേഖലയിൽ തിളങ്ങും, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയും. ഫ്രീലാൻസ് ആയിട്ട് തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രീലാൻസ് വർക്കിന് തന്നെ നല്ല സാധ്യതകളുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു സാധ്യത. ഇനി അതല്ല, കുറച്ചുകൂടെ വിപുലമായിട്ട് അതിന് ശേഷം ഫോട്ടോഷോപ്പ് പഠിച്ചു, ഇല്ലസ്ട്രേറ്റർ പഠിച്ചു, അത് കഴിഞ്ഞാണ് 2D 3D ആനിമേഷൻ എന്ന മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളത്. അപ്പോൾ ആനിമേഷൻ പഠിക്കുന്നവർക്ക് ഇത്തിരി അഭിനയിക്കാനൊക്കെ ഉള്ളൊരു കഴിവ്, സെൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു അഭിനയിക്കാൻ കഴിവുള്ള ഒരാൾക്ക് കഥാപാത്രം നടക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് അയാളുടെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നൊക്കെ കൃത്യമായിട്ട് അയാൾക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് പെർഫെക്ഷനെ നല്ലതുപോലെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അനിമേഷൻ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് 3D ആനിമേഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് ആക്ടിങ് ഒരു സബ്ജക്റ്റായിട്ട് വരുന്നുമുണ്ട്. അപ്പോൾ അത് മറ്റൊന്ന്. കളർ സെൻസ് മറ്റൊരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൊച്ചുകുട്ടികളുടെ സിനിമകൾ പൊതുവേ എടുത്തു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും അതിൻ്റെ പോസ്റ്ററുകൾ ഒക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ചുവപ്പ്, റെഡ്, ബ്ലാക്ക് അങ്ങനെയൊക്കെയുള്ളൊരു കോമ്പിനേഷൻ, വൈറ്റ് കോമ്പിനേഷനുകളിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം സ്പൈഡർമാൻ ആ ഒരു കഥാപാത്രത്തെ നോക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഇങ്ങനെയുള്ള കളർ സെൻസുകൾ, കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കളറുകൾ ഏതാണ്? എഡ്യൂടെക്കുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകൾ എടുക്കുമ്പോൾ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന കളറുകളിലൊന്ന് ബ്ലൂ ആയിരിക്കും, വൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റുമായിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ചില കളറുകളുണ്ട്. ഇപ്പോൾ ഓറഞ്ച് പോലെയൊക്കെയുള്ള ചില കളർ. അപ്പോൾ ഈ ഒരു കളർ സെൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കളർ സെൻസ് കുട്ടികളിൽ വളർന്നു വരണം. അത് ഫിസിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ അനിമേഷനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഫിസിക്കൽ ആപ്ലിക്കേഷൻ, കെമിക്കൽ ആപ്ലിക്കേഷൻ പോലെ തന്നെ ഫിസിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൂടി നമ്മളവിടെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഫിസിക്സാണ് കളർ നിശ്ചയിക്കപ്പെടുക. അപ്പോൾ കളർ നിശ്ചയിക്കപ്പെടുന്ന ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് പ്രോപ്പറായിട്ട് നമുക്ക് അറിയാമെങ്കിൽ അത് ഈ മേഖലയിൽ നന്നായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് ആണെങ്കിലും അവിടെ ആപ്ലിക്കേഷൻ ലെവലിൽ ഫിസിക്സ് വരുന്നുണ്ട്. അപ്പോൾ മൈനറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിസിക്സ് എടുക്കാം എന്ന് ചുരുക്കാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് BA ഉണ്ട്, BSc ഉണ്ട്, അങ്ങനെ നിരവധി മേഖലകൾ നമുക്ക് കാണാനും കഴിയും. അപ്പോൾ +2 കഴിഞ്ഞൊരു കുട്ടിക്ക് BSc ആനിമേഷൻ, BSc വിഷ്വൽ ആർട്സ് ഇങ്ങനെയുള്ള വിവിധ പേരുകളിൽ ഈ കോഴ്സുകൾ ലഭ്യമാണ്. കൂടാതെ BA ആനിമേഷൻ, BA വിഷ്വൽ ആർട്സ് ഇതും ചില സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. BVOC പ്രോഗ്രാംസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 3 മേഖലകൾ പ്രധാനമായിട്ടും ഡിഗ്രി തലത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ലഭ്യമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി അതല്ല, ഓരോ സോഫ്റ്റ്വെയർസായിട്ട് പഠിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ പഠിക്കാം.
ഡിപ്ലോമ പ്രോഗ്രാമായിട്ട് വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം. പല സ്വകാര്യ സ്ഥാപനങ്ങളും ഈ രംഗത്ത് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ വളരെ വലിയ ഫീസാണ് അവർ കുട്ടികളിൽ നിന്ന് വാങ്ങിക്കുന്നത്. പക്ഷേ അവർക്ക് ഇൻഡസ്ട്രിയിൽ ഡയറക്റ്റ് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ചില കമ്പനികൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്, ചില സ്ഥാപനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നതും വലിയൊരു അഡ്വാൻറ്റേജാണ്. കാരണം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പഠനത്തോടൊപ്പം കിട്ടുമെങ്കിൽ അത് വളരെ മികച്ച അവസരങ്ങൾ തന്നെയാണ് നമുക്ക് സമ്മാനിക്കുക. കാരണം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഘടകം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ തൊഴിൽ മേഖലയിൽ. എത്രമാത്രം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവരെ ആകർഷിക്കുന്ന ഒരു മേഖലയാണ് ഗെയിമിംഗ്. അപ്പോൾ ഗെയിമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേറ്റ് ചെയ്യുന്നത് 100% തന്നെ അനിമേറ്റേഴ്സ് ഇല്ലാതെ ഒരു ഗെയിമും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അനിമേറ്റേഴ്സിൻ്റെ വലിയൊരു റോള് അവിടെ ഒരു സിനിമ നിർമ്മിക്കുന്നതിനേക്കാളും ഒരു പരസ്യം നിർമ്മിക്കുന്നതിനേക്കാളും ഒക്കെ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു തിങ്കിങ് അവിടെ ആവശ്യമാണ്, ചിന്താശേഷി അവിടെ ആവശ്യമാണ് ഗെയിമുകളിൽ. അതൊരു കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. ആ കണ്ടിന്യൂവസ് പ്രോസസ്സിലൂടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിൽ, ജനറേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിൽ ഗെയിമിംഗ് എന്ന മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കോടികൾ മറിയുന്ന, ഇപ്പം നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട ചില കളികളുണ്ട്. അനിമേഷൻ്റെ വലിയൊരു സാധ്യത അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വലിയ കോടിക്കണക്കിന് രൂപ അവർ സമ്പാദിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഓരോ മേഖല എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ, ഇപ്പോൾ പല ആപ്ലിക്കേഷനുകളിലും ഓട്ടോമാറ്റിക്കായിട്ട് ആനിമേഷനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് കാലം മാറ്റപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഇപ്പം നമ്മൾ ഭക്ഷണം വാങ്ങാൻ ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷനുകളുണ്ട്, അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിരവധി ആപ്ലിക്കേഷനുകളുണ്ട്. ഈ ആപ്ലിക്കേഷനുകളിലും വെബ്സൈറ്റുകളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ അനിമേഷൻ്റെ വലിയൊരു ലോകം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കോളേജുകളും മറ്റ് ഇൻഡസ്ട്രികളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ വെബ്സൈറ്റുകൾ ചെയ്യുമ്പോൾ, അവരുടെ ആപ്ലിക്കേഷൻസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ആനിമേറ്റേഴ്സിൻ്റെ, ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ, വീഡിയോ എഡിറ്റേഴ്സിൻ്റെയൊക്കെ സാധ്യതകളെ നമുക്ക് കാണാൻ കഴിയും. എഡ്യൂടെക് ഇൻഡസ്ട്രി വലിയ തോതിൽ നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതുപോലെ തന്നെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള ടെക്നോളജിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എഡ്യൂടെക്കിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഓരോ വീഡിയോയും റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അവിടെയൊക്കെ അനിമേറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അവിടെയൊക്കെ തംബ്നെയിലിടണം, അവിടെ ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് യൂട്യൂബ് ചാനലുകളുടെയൊക്കെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. സോഷ്യൽ മീഡിയ വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഓർഗനൈസേഷനുകൾ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ പബ്ലിക് റിലേഷൻസിലൂടെ, PR വർക്കിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇവിടെയൊക്കെ അനിമേറ്റേഴ്സിൻ്റെ വലിയൊരു ലോകം നമുക്ക് കാണാൻ കഴിയും. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തുന്നതിന് മതിയായ പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇവിടെയൊക്കെ അനിമേറ്റേഴ്സിൻ്റെ വലിയ ജോലി സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ കൃത്യമായിട്ട്, വളരെ ചിട്ടയോടുകൂടെ ആ രംഗത്ത് ക്ഷമയോടുകൂടെ കടന്നു ചെല്ലാൻ കഴിയുന്ന, കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഡെലിവറി കൊടുക്കാൻ കഴിയുന്ന ഒരു കുട്ടിക്ക് വിജയിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സാധ്യതയുടെ ഒരു ലോകം കൂടിയാണ് അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ് എന്നീ മേഖലകൾ.